എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും ഒരു വീക്കെൻഡാണ്. വീക്കെൻഡ് ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഇവിടെ ഏകദേശം സമയം ഒരു 10:30 ആയിട്ടുണ്ടാവും. ഞങ്ങളിന്നൊരു ഉച്ചയ്ക്ക് ഞങ്ങളൊരു സ്പെഷ്യൽ ഐറ്റം ചിക്കൻ വെച്ച് ഉണ്ടാക്കാൻ പോവുകയാണ്. ചിക്കൻ സെർബിയൻ ബിരിയാണി, സെർബിയൻ റൈസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണി അല്ലല്ലേ, റൈസാണ്. ചിക്കൻ സെർബിയൻ റൈസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സെർബിയൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തക്കാളിയും പച്ചമുളകൊക്കെ വേണം. അപ്പോൾ അതൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിലേക്ക് പോകാം. ഈ സൺഫ്ലവർ നമ്മുടെ വീടിൻ്റെ നൈബറിൻ്റെ ആണ്. പക്ഷേങ്കിൽ സൺഫ്ലവർ പൂ നിൽക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് നോക്കും. നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിൽ വന്നത് ക്യാപ്സിക്കം. ഇത് പറിക്കണോ? നമുക്ക് തക്കാളി പറിക്കാം ആദ്യം. ഇതുണ്ടോ, ഇത്തിരി ഒന്ന് പന്നലായി പോയി. നമ്മളുടെ വെജിറ്റബിൾ ഗാർഡനിലെ ബീൻസ്. ഇത് നമ്മള് ഇതിനു വേണ്ടിയല്ലേ, അതിന്റെ സീഡിന് വേണ്ടിയിട്ടാണ് പറിക്കാൻ. വഴുതനങ്ങ 2 ഉണ്ടല്ലേ. പറിക്കാറായോ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇത് വേറൊരു സൈസ് വഴുതനങ്ങ. വഴുതനങ്ങളുടെ ഒരു പൂ വന്നിട്ടുണ്ട്. ഇതൊരു പച്ചമുളക്. ഇത് നമ്മുടെ നാട്ടിലെ പച്ചമുളക്. ഇത് പറിക്കണ്ടേ നമുക്കിത്? ഇപ്പം ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ പച്ചമുളക് അല്ലേ. വെള്ള വഴുതനങ്ങ ഇതൊക്കെ പറിക്കാം. ഇതൊക്കെ വലുതായി. പറിച്ചാമോ? ചെടി ഇങ്ങനെ കട്ട് ചെയ്യല്ലേ. ചെടിയോ കട്ട് ചെയ്യണ. വെളുത്തുള്ളി. അടുത്തായിട്ട് നമ്മൾ സവാള കുനുകുനെ അരിയാൻ പോവുകയാണ്. ആദ്യമായി സവാളയുടെ തൊലി ഉടയ്ക്കുക. കരയാറായിട്ടില്ല. വെയിറ്റ്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? നീളത്തിലാണോ അരിയേണ്ടത്? അങ്ങനെ ഒറിജിനൽ ഒത്തന്റിക് രീതിയിലുള്ള സെർബിയൻ റൈസ് ഒന്നും അല്ല. ഇതോ എത്ര ഗ്ലാസ് അരിയാ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ആവശ്യമുള്ള അരി എടുക്കുക. അതാ ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുക്ക് ചെയ്യാൻ പോവാ. ഓയിലാണ്.
ഇത് ബസ്മതി റൈസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി എല്ലാം കട്ട് ചെയ്തു. ഇടട്ടെ പൊടിക്കണ ഇടിച്ച് ചേഞ്ച് ചെയ്തിലേക്ക് ഇട്ടു. കഴിഞ്ഞ് ദേശൻ്റെ കഴിഞ്ഞ് ഞാൻ കൈ കൊണ്ട് അടക്കി വെക്കല്ലേ. നമ്മൾ ഇടിച്ച് വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പച്ചമുളക് രണ്ടായിട്ട് കീറി അതിലേക്ക് ഇടാം. ചിക്കൻ ഇടുവാണ്. വലിയ പീസായിട്ടാണ് ഞാൻ മുറിച്ചേക്കുന്നത്. ഓക്കെ, അങ്ങനെ കിട്ടിയ പീസ്. അപ്പോൾ അങ്ങനെയാണ് കിട്ടും. മസാല എപ്പോഴാണ് മസാല കഴിഞ്ഞിട്ട് 2 മിനിറ്റ് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിക്കൻ്റെ കൂടെ വെക്കും. ഈ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് അത് മിക്സ് ആവട്ടെ. നമുക്ക് തക്കാളി കഴുകാം. മസാല ഇടാവേ. ഇത് ഒരു അറബിക് മസാലയാണ്. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതെങ്ങനെയാ ഇത് ഉണ്ടാക്കിയെന്നുള്ളത് യൂട്യൂബിലുണ്ട്. അറബിക് മസാല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് ഒരു 3 ടീസ്പൂൺ. ഇത് കറുകപ്പട്ട പൊടിച്ചതാണേ. അതൊരു 3/4 ടീസ്പൂൺ. പിന്നെ ഇതിനകത്ത് പിന്നെ ഇത് കുരുമുളക് പൊടി. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കത്തില്ലേ. മുളക് പൊടി എരി വരുന്നത് ഈ കുരുമുളക് പൊടിയുടെയും ഈ പച്ചമുളകിൻ്റെയും എല്ലാം. ഇതൊരു 3.5 ടേബിൾ സ്പൂൺ. ടേബിൾ സ്പൂൺ അല്ല, കൂടുതലാണെങ്കിൽ കൂടുതൽ ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 1.5 ഏകദേശം 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി പോകട്ടെ. എത്ര മതി. ഈ മസാല ഇതുകൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ഈ ചിക്കനും ഈ മസാല എല്ലാം കൂടെ നല്ലതായിട്ടാണ് മിക്സ് ചെയ്യണം. ഉപ്പ് ഇതിനാവശ്യത്തിനുള്ളത്. ഇപ്പം നമ്മളൊരു 2 സ്പൂൺ ഇടാം. നമ്മുടെ 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചോപ്പറിലിട്ടുന്ന ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും. എന്താ ഇടുന്നില്ലേ? ചട്നിയായി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, തക്കാളിയും കൊണ്ട് ചേർക്കുക. ചോപ്പ് ചെയ്ത് തക്കാളി തക്കാളിയും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തങ്ങ് വെക്കുക. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊന്നും മിക്സ് ചെയ്യാൻ മിക്സ് ആയല്ല. മേളിൽ താഴോട്ടാ ബീൽ ചെയ്യുന്നത്. അമ്മൂനൊന്നും അറിയത്തില്ല. ഞാൻ മേലോട്ടാ ബീൽ ചെയ്യാറുള്ളത്. എങ്ങോട്ടെങ്കിലും ബീൽ ചെയ്യുന്നത് കൊണ്ട് എളുപ്പം.
അങ്ങനല്ല അമ്മേ രാജേഷ്. ഓക്കെ, അപ്പൊ ഇനി ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇടണം അല്ലേ? ഇനി ഇതിനകത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ്, ഇനി നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വലിയ പീസായിട്ട് മതി, കാരണം നമ്മൾ ചിക്കൻ വലിയ പീസായിട്ടാണല്ലോ കട്ട് ചെയ്തേക്കുന്നത്. അപ്പം അതിലൂടെ വെന്ത് വരാനല്ലേ. എന്നിട്ട് ഇത് ഇത്രയേ ഉള്ളൂ, കിടന്ന് മിക്സ് ആയിക്കോളും. ഇനി നമ്മൾ ചിക്കൻ വേവുന്നവരെ വെയിറ്റ് ചെയ്യണം. റൈസിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ വയ്ക്കും. നമ്മളിനി റൈസ് വെക്കാൻ പോകുന്നു. അതിനകത്ത് വെക്കുക. ഇത് വെക്കണം. വെള്ളം തിളപ്പിക്കുന്നതിനകത്തോട്ട് അവർ പാൻഡൻ ലീവ്സ് ഇടുന്നത്. നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ ബേ ലീവ്സ് ഇടും. നമ്മളൊരു 3 ബേ ലീവ്സും പിന്നെ നമ്മുടെ മിൻറ്റിൻ്റെ അതിലേക്ക് നമ്മൾ മിൻറ്റ് ലീഫ് ഇടുന്നില്ല. അതെ, നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മിൻറ്റ് ലീവ്സ് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല, പക്ഷേ അതിന് ഇതുപോലെ വെള്ളമുണ്ട്. തൈരിൻ്റെ വെള്ളവും പിന്നെ ചിക്കനകത്തുള്ള വെള്ളവും. 3 തക്കാളി. ഇതെന്തിനാമോ കൃഷ്ണ വശക്കുന്നാ കൊള്ളാള. തക്കാളി, സവാള, മിന്റ് ലീഫ്, വിനെഗർ, മല്ലിയില, പിന്നെ വിനാഗിരി. നമ്മൾ അരി ഇടാൻ പോവാണ്. അരി ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ കളയില്ല, ഈ ഇലകളൊക്കെ. അത് നമുക്കത് കോരി മാറ്റാം. കാരണം അത് ഓൾറെഡി എൻ്റെ സത്തൊക്കെ ഇങ്ങനെ ചേർന്നതാണ്. നമുക്കിപ്പോൾ ഇനി ഈ ഇലയൊന്നും വേണ്ട. നമ്മൾ റൈസ് ഇടാൻ പോവാണ്. ഞാൻ പെട്ടെന്ന് വേവും. ബസ്മതി റൈസ് അല്ലേ, ഒരു 7-8 മിനിറ്റ്. അമ്മ ഇപ്പൊ നമുക്ക് വേണ്ടി തീരമേ എന്നുള്ള പാട്ട് പാടുന്നതായിരിക്കും. കോപ്പിറൈറ്റ് ഒന്നും കിട്ടത്തില്ല, നീ പാടിയ. ശരി, പാടിക്ക. പാട്. തീരമേ തീരമേ നീരുമല കടലാഴമേ ദൂരമേ ഹൃദയദ്വീപിലുദീക്ഷോണരു തനൻ സൂര്യനെ തീക്ഷ്ണമായി പുൽകിരണകരങ്ങളാൽ ഇവളി നീ ആകാശമേ കഥയിലെ കൂരിയോ ഞാൻ കടനടും നിന്റെ മരതക ഗൃഹം കരുതി വെച്ചു നീനിക്കായി അപരിചിതപുരം ഇവിടമോ ശരണാലയം നീ തരും കരുണാകരം നമ്മളെത്തിയ പവിഴദ്വീപരതം അരിവെന്ത് ഉറപ്പായിട്ട് കോപ്പിറൈറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്ത് അമ്മ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ വലിയ പാത്രത്തിൽ ആ ചിക്കൻ കുക്ക് ചെയ്തെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെറിയ പാത്രം ആയതുകൊണ്ട് ചിക്കൻ ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ചോറിൻ്റെ മുകളിലേക്ക് ഉരുളക്കിഴങ്ങ്. ചോറ് ഇതിനകത്ത് ഇട്ടല്ലേ, ഇത് ദം ചെയ്യോ? ഒരു 10 മിനിറ്റ്. ഇത് നമ്മുടെ കുങ്കുമപ്പൂ സാഫ്രോൺ, അത് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തതാണേ. അതിങ്ങനെ ഒഴിച്ച് ശേഷം
നമ്മൾ ഒരു നെയ്യ് 1 സ്പൂൺ നെയ്യ്. ഇത് ഏലക്ക പൊടിച്ചതാണ്. ഇവിടെ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി നമുക്ക് അതില്ലാത്തതുകൊണ്ട് അറബിക് മസാല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞു. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിൽ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു 10 മിനിറ്റ് ചെറിയ തീ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് ദമ്മാവട്ടെ. ദമ്മല്ല, ഒന്ന് ചൂടാവട്ടെ. ചിക്കനും റൈസും എല്ലാം കൂടെ ഓക്കെ ഇതില്ലേ. എന്തായി? സെർബിയൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സെർബിയൻ റൈസ്. എനിക്കിത് ബസ്മതി റൈസ് ആണ്. ബിരിയാണി അല്ല. നമുക്കിനി മിക്സ് ചെയ്യാം അല്ലേ? നമ്മുടെ സെർബിയൻ റൈസ് റെഡി ആയിട്ടുണ്ട്. കശമിയാണോ? എന്ത് സെർബിയൻ റൈസ് എന്താ? അങ്ങനെ ഞങ്ങളുടെ സെർബിയൻ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു അടിപൊളി വ്ളോഗുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.